ഈ ഡോക്ടർമാർ കഴിഞ്ഞ 8-9 മാസക്കാലമായി സൂചനാ സമരവും മറ്റു കാര്യങ്ങളും നടത്തി വരികയാണ്. ഇപ്പോൾ അവർ റിലേ നിരാഹാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡോക്ടർമാരെന്തോ വലിയ ഭീകരവാദികളാണോ, അവരടുത്ത് ചർച്ചയ്ക്ക് വിളിക്കില്ല, അവർ സമരം നിർത്തിയിട്ട് വന്നാലേ ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കൂ എന്നൊക്കെ പറയുന്ന ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. ഈ ഡോക്ടർമാർ മുഴുവൻ ഈ ധിക്കാരമായ സമീപനം കൊണ്ട് ഇനി ഞങ്ങൾക്ക് ജോലി വേണ്ട, ഇത്രയും വർഷത്തെ 10-40 വർഷത്തെ സേവനം മതി എന്ന് പറഞ്ഞുകൊണ്ട് രാജിക്ക് തയ്യാറാവുകയാണ്. ആരോഗ്യം വെന്റിലേറ്ററിലായിരിക്കില്ല, ആരോഗ്യം ബഹിരാകാശത്തേക്ക് പോകേണ്ട അവസ്ഥ വരും. ഈ കേരളത്തിലെ ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിൽ നിന്ന് മാറി ബഹിരാകാശത്തെ ആയ ഒരു ദയനീയമായ സാഹചര്യമായിരിക്കും. അതിന് ഏറ്റവും ദയനീയമായ കാര്യം, ഇന്നലെ ഡോക്ടർമാരുടെ നേതാവായ വനിതാ നേതാവ് പറഞ്ഞു, ഈ മന്ത്രിക്ക് ഞങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ല, ഒന്നും പഠിച്ചിട്ടില്ല. സത്യത്തിൽ ഇത് ഇപ്പോഴും മാത്രമാണ് ഇവർ ഞങ്ങളൊക്കെ ഇത് നേരത്തെ തിരിച്ചറിഞ്ഞാണ്. ഈ മന്ത്രിക്ക് ചുക്കും ചുണ്ണാമ്പും തിരിച്ചറിഞ്ഞുകൂടാ. നമസ്കാരം. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ ശമ്പള കുടിശ്ശിക അനുവദിക്കണം എന്നതടക്കമുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം തുടങ്ങിയിട്ട് കുറേ നാളുകളായി. എന്നിട്ടും നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ ഒരു സമരത്തെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറെ മാനസിക വിഷമത്തോടുകൂടിയും നിരവധി പ്രതിസന്ധികളിലൂടെയുമാണ് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട മറ്റൊരു കാരണം, സംസ്ഥാനത്തെ നിരവധി മെഡിക്കൽ കോളേജുകളിൽ ഇനിയും 400-ലധികം തസ്തികകളാണ് ഡോക്ടർമാരുടേതായി ഒഴിഞ്ഞ് കിടക്കുന്നത്. ഈ തസ്തികകളിലേക്ക് സർക്കാർ നിയമനം നടത്താനോ ഒന്നും തന്നെയുള്ള നടപടികളൊന്നും തന്നെ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഒരു പശ്ചാത്തലത്തിൽ, ഈ ഒരു പ്രതിസന്ധിയിൽ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ കൂട്ടത്തോടെ രാജിവെക്കുമോ എന്നുള്ളതാണ് ഉയർന്നു വരുന്ന ചോദ്യം. ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് പൊതുപ്രവർത്തകനായ ശ്രീകാര്യം ശ്രീകുമാർ. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സംസ്ഥാനത്ത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ 14 മെഡിക്കൽ കോളേജുകളിലായിട്ട് 400ഓളം ഡോക്ടർമാരുടെ ഒഴിവ് നിലവിലുണ്ട് എന്നുള്ളത്. PSC വഴിയുള്ള നിയമനങ്ങൾ നടന്നിട്ട് എത്രയോ മാസക്കാലമാകുന്നു. നിലവിലെ അവസ്ഥയിൽ ആരോഗ്യം വെന്റിലേറ്ററായിരുന്നു എന്നാണ് നമ്മൾ പൊതുവെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ആക്ഷേപിച്ചായാലും അല്ലാതെയായാലും യാഥാർത്ഥ്യമായാലും ആരോഗ്യം വെന്റിലേറ്ററിലെന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടത്. അപ്പോൾ ഈ ഡോക്ടർമാർ കഴിഞ്ഞ 8-9 മാസക്കാലമായി സൂചനാ സമരവും മറ്റു കാര്യങ്ങളും നടത്തി വരികയാണ്. ഇപ്പോൾ അവർ റിലേ നിരാഹാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കർശനമായ സമരത്തിലേക്ക് ഡോക്ടർമാർ കടന്നിരിക്കുന്നു. അപ്പോൾ ഡോക്ടർമാരിപ്പോൾ OP ബഹിഷ്കരിക്കുന്നു, ക്ലാസുകൾ എടുക്കുന്നില്ല, അത്യാവശ്യ സർജറി ഒഴിച്ച് ബാക്കി എല്ലാ സർജറികളും മാറ്റിവെക്കുന്നു. അവർ യഥാർത്ഥത്തിൽ ഈ ഒരു സമരത്തിലേക്ക് നിർബന്ധിതമായതാണ്. അവർ മനഃപൂർവ്വം രോഗികളെ ചികിത്സിക്കരുതെന്നോ രോഗികളുടെ ജീവൻ നഷ്ടപ്പെടണമെന്നോ എന്നൊന്നും ആഗ്രഹിക്കുന്നവരല്ല. അങ്ങനെ ഒരു സമീപനം അവരുടെ ഭാഗത്ത്, പക്ഷേ ഒരു ധിക്കാരപൂർവമായ സമീപനമാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയായാലും ധനകാര്യമന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും എടുക്കുന്നത്. ഇപ്പോൾ ഡോക്ടർമാരെന്തോ വലിയ ഭീകരവാദികളാണോ, അവരടുത്ത് ചർച്ചയ്ക്ക് വിളിക്കില്ല, അവർ സമരം നിർത്തിയിട്ട് വന്നാലേ ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കൂ എന്നൊക്കെ പറയുന്ന ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. ഇവിടെ സമരങ്ങൾ ചെയ്ത് പാവപ്പെട്ടവന് നീതിക്ക് വേണ്ടിയൊക്കെ ശബ്ദമുയർത്തിയ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റിൽ നിന്ന് കേൾക്കുന്നത് ഒരു ഫാസിസ്റ്റ് സർക്കാരിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. കാരണം നിങ്ങൾ സമരം നിർത്തിയിട്ട് വന്നാൽ നിങ്ങളുമായി ചർച്ച ചെയ്യാം. അപ്പോൾ ഈ തരത്തിൽ പോകുമ്പോൾ ഞാൻ പല ഡോക്ടർമാരുമായിട്ടും പേഴ്സണൽ ബന്ധമുള്ളവരോട് സംസാരിച്ചപ്പോൾ അവർക്കിനി മറ്റു മാർഗമില്ല. അവർ വരുന്ന മാർച്ച് ഏപ്രിൽ മാസത്തോടു കൂടി സംസ്ഥാനത്ത് നിരവധി ഡോക്ടർമാർ പെൻഷൻ ആവുകയാണ്. ഒരു 3 മാസം കൂടി അവർക്കുള്ളൂ. ആ 3 മാസം കഴിഞ്ഞാൽ അടുത്ത 1 വർഷത്തിനുള്ളിൽ വളരെ വലിയ ഒരു ശതമാനം ഡോക്ടർമാർ റിട്ടയർഡ് വീണ്ടും ആവുകയാണ്. അപ്പോൾ ഇപ്പോൾ 3 മാസം കൂടി കാലാവധി ഉള്ളവരും റിട്ടയർമെൻ്റ് ആകാൻ 1 വർഷം പോലും ഇല്ലാത്തവരും കൂടി ചേർന്നാൽ 150-150ഓളം ഡോക്ടർമാരുണ്ട്. ഈ ഡോക്ടർമാർ മുഴുവൻ ഈ ധിക്കാരമായ സമീപനം കൊണ്ട് ഇനി ഞങ്ങൾക്ക് ജോലി വേണ്ട, ഇത്രയും വർഷത്തെ 10-40 വർഷത്തെ സേവനം മതി എന്ന് പറഞ്ഞുകൊണ്ട് രാജിക്ക് തയ്യാറാവുകയാണ്. ഈ ഡോക്ടർമാർ നിലവിൽ 150ഓളം വരുന്ന റിട്ടയർഡ് ആകാൻ 3 മാസവും 1 വർഷവും കാലാവധി ഉള്ളവർ രാജിവെച്ചാൽ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് പൂർണ്ണമായും നിശ്ചലമാവും.
നിലവിൽ തന്നെ 400ഓളം ഒഴിവുകൾ നികത്താൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം 150-200 ഡോക്ടർമാർ, മികച്ച സീനിയർ ഡോക്ടർമാരാണ്, അവർ കൂടി ഒറ്റയടിക്ക് രാജിവെക്കുന്ന സാഹചര്യമുണ്ടായാൽ ആരോഗ്യം വെന്റിലേറ്ററിലായിരിക്കില്ല, ആരോഗ്യം ബഹിരാകാശത്തേക്ക് പോകേണ്ട അവസ്ഥ വരും. ഈ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് വെന്റിലേറ്ററിൽ നിന്ന് മാറി ബഹിരാകാശത്തെ ആയ ഒരു ദയനീയമായ സാഹചര്യമായിരിക്കും. അപ്പോൾ ഈ ഇടതുപക്ഷ സർക്കാരിനോട് പറയാൻ ന്യായമായും ഒരു താഴ്മയോടെ അഭ്യർത്ഥിക്കുന്നത്, ആ ഡോക്ടർമാരെ വിളിച്ച് അവർ ആവശ്യപ്പെടുന്ന ഒന്നും തന്നെ അന്യായമായ ആവശ്യങ്ങളല്ല. അവരാവശ്യപ്പെടുന്ന 2016 മുതലുള്ള ശമ്പള കുടിശ്ശിക നൽകണം. സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജീവനക്കാർക്കും അവർക്ക് എല്ലാവിധ ആനുകൂല്യവും നൽകുമ്പോൾ ഡോക്ടർമാരുടെ മാത്രം ഇങ്ങനെ ഏകാധിപത്യപരമായി നിഷേധാത്മകമായ സമീപനം ഈ ആരോഗ്യ വകുപ്പ് ഗവൺമെൻറ് സ്വീകരിക്കുകയാണ്. അപ്പോൾ അവരെ വിളിച്ച് ചർച്ച ചെയ്ത് അവർ ആവശ്യപ്പെടുന്ന ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കണം. അവർ ശമ്പളം മാത്രമല്ല ആവശ്യപ്പെടുന്നത്, അവർ ആവശ്യപ്പെടുന്ന ഒഴിവുള്ള ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്തണം. ഇവിടെ 14 മെഡിക്കൽ കോളേജ് വെറുതെ കെട്ടിയിട്ടിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 5 മെഡിക്കൽ കോളേജ് മാത്രമാണ് അന്നും ഇന്നും പ്രവർത്തിക്കുന്നത്. ബാക്കിയുള്ളിടത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ അവസ്ഥ ചൈനയിൽ നിന്ന് വ്യാജ ഡിഗ്രി വാങ്ങിക്കൊണ്ട് വരുന്ന വിദ്യാർത്ഥികളുടെ അവസ്ഥയായിട്ട് മാറുക. അവർക്ക് പഠിക്കാൻ സൗകര്യങ്ങളില്ല. ഒരു മെഡിക്കൽ കോളേജ് എന്ന ബോർഡും ഒരു കട്ടിലും മാത്രം വെച്ചുകൊണ്ട് ഇവിടെ 9ഓളം മെഡിക്കൽ കോളേജ്, അത് കാസർഗോഡായാലും പാലക്കാടായാലും കോന്നി ആയാലും എല്ലാം ഒരു ബോർഡും കട്ടിലും മാത്രമേ ഉള്ളൂ. ഇത് ഈ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയെ ഗുണനിലവാരം തകർക്കുകയാണ്. ഒരു ചുക്കും ചുണ്ണാമ്പും അറിഞ്ഞുകൂടാത്ത കുറേ വിദ്യാർത്ഥികളെ MBBS പാസ്സാക്കി വിടുകയാണ്. അതിൽ ഏറ്റവും ദയനീയമായ കാര്യം, ഇന്നലെ ഡോക്ടർമാരുടെ നേതാവായ വനിതാ നേതാവ് പറഞ്ഞു, ഈ മന്ത്രിക്ക് ഞങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ല, ഒന്നും പഠിച്ചിട്ടില്ല. സത്യത്തിൽ ഇത് ഇപ്പോഴും മാത്രമാണ് ഇവർ ഞങ്ങളൊക്കെ ഇത് നേരത്തെ തിരിച്ചറിഞ്ഞാണ്. ഈ മന്ത്രിക്ക് ചുക്കും ചുണ്ണാമ്പും തിരിച്ചറിഞ്ഞുകൂടാ. ഇദ്ദേഹം മീഡിയ പ്രവർത്തകയായിരുന്നു. ആ മീഡിയ പ്രവർത്തനമല്ലാതെ ആരോഗ്യ മേഖലയെ ചുക്കാണോ ചുണ്ണാമ്പാണോ എന്ന് മന്ത്രി ഇനി പഠിച്ചിട്ട് വന്നാൽ മാത്രമേ ഇത് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. ആരോഗ്യ മേഖലയിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് ഇവർ ഇന്ന് വരെ പഠിച്ചിട്ടില്ല. അല്ലെങ്കിൽ തന്നെ നിരവധിയായ വിഷയങ്ങളിൽ ഇവർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഈ ചികിത്സ സംബന്ധിച്ചുള്ള ഈ വിഷയങ്ങളൊക്കെ വരുമ്പോൾ, രോഗികൾ മരണപ്പെടുമ്പോൾ റിപ്പോർട്ട് വാങ്ങി പുഴുങ്ങി തിന്നുന്ന പണി എത്രയോ വർഷമായി തുടങ്ങിയതാണ്. ആ പണി ഇനി 1 മാസക്കാലം കൂടി ചിലപ്പോൾ അന്തസ്സായി മന്ത്രി ചെയ്യും. കാര്യം 1 മാസം കഴിയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഈ മന്ത്രിയെയും ഈ ഗവൺമെൻറ്റിനെയും ചവിട്ടി പുറത്താക്കും. അതുവരെ സഹിക്കേണ്ട ഗതികേടിലാണ് കേരളത്തിലെ സമൂഹം. അതുകൊണ്ട് ഈ മന്ത്രി ഇനിയെങ്കിലും 1-2 മാസം കൂടി ഉണ്ട്. ആ സമയത്തെങ്കിലും നേരിൻ്റെ വഴിയിൽ എന്തെങ്കിലും പാവപ്പെട്ട രോഗികൾക്ക് എന്തെങ്കിലും നന്മ ചെയ്യുവാനുള്ള ഒരവസരമായി ഈ 2 മാസത്തെ കൂടി കാണണമെന്നാണ് വിനയപൂർവ്വമുള്ള അഭ്യർത്ഥന. ഈ സമരങ്ങളോടെല്ലാം തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരിന് ധാർഷ്ട്യം തന്നെയാണ് എല്ലായ്പ്പോഴും. പക്ഷേ ഈ ഒരു സമരത്തോട്, അതായത് നമ്മുടെ ആരോഗ്യ വിഭാഗം ജനങ്ങളുടെ ജീവനുമായി ബന്ധപ്പെട്ട ഒരു വിഭാഗത്തോട് ഇത്തരത്തിലൊരു ധാർഷ്ട്യം വെച്ച് പുലർത്താനുള്ള കാരണം എന്താണെന്നാണ് മനസ്സിലാക്കുന്നത്? കാരണം ഈ ആരോഗ്യ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഈ മന്ത്രി ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ല എന്ന് ഇന്നലെ ഒരു ഡോക്ടർ പറഞ്ഞത് തന്നെയാണ് കാരണം. ഇത് ഒരു കാര്യം പഠിച്ചാൽ മാത്രമല്ലേ നമുക്ക് അതിൽ എന്ത് പരിഹാരം എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇത് കൂടെയുള്ള ജീവനക്കാർ, പേഴ്സണൽ സ്റ്റാഫുകൾ ഇവർ പറഞ്ഞു കൊടുക്കുന്ന വിവരക്കേടുകൾ മാത്രം മനസ്സിലാക്കിക്കൊണ്ട് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു മന്ത്രിയാണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാത്ത ഒരു മന്ത്രിയോട് നിങ്ങൾ എത്ര വട്ടം പോത്തിനോട് വേദമോതിയിട്ട് കാര്യമില്ല എന്ന് പറയുന്ന അവസ്ഥയിലാണ്. ഇനി എത്ര വട്ടം മാധ്യമങ്ങളായാലും പൊതുസമൂഹമായാലും എത്ര വട്ടം പറഞ്ഞാലും ഇതെന്താണെന്ന് മനസ്സിലാക്കണം. അതാണ് അടിസ്ഥാനപരമായി ഏതൊരു വ്യക്തിയും ചെയ്യേണ്ട കാര്യം. എന്താണ് അടിസ്ഥാന പ്രശ്നം എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സ്വബുദ്ധി ഈ മന്ത്രിക്ക് ഇല്ലാതെ പോയി. ഇനിയിപ്പോൾ എന്തായാലും അത് തൽക്കാലം അത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് ഇത് സഹിക്കേണ്ടി വരുന്ന ഗതികേടിലാണ് പൊതുസമൂഹം നേരത്തെ പറഞ്ഞതുപോലെ. പക്ഷേ ഇത് അധികമായി സഹിച്ചാൽ ഇവിടുത്തെ രോഗികൾ മുഴുവൻ ഒന്നടങ്കം മരിച്ചു വീഴേണ്ട സാഹചര്യം. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പൂർണ്ണമായി സഹിക്കാം എന്ന് പറയാൻ പറ്റത്തില്ല. ഈ ഡോക്ടർമാരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അവരെ എത്രയും പെട്ടെന്ന് അവരുടെ സേവന മേഖലയിലേക്ക് അവരെ എത്തിക്കാൻ ഉള്ള അവിടെ ഈ പറഞ്ഞതുപോലെ അനാവശ്യമായ ചില ഈ ഗവൺമെൻറ്റിനോട് ആണോ സമരം ചെയ്യുന്നത്? എന്നൊക്കെയാണ് ഈ ഗവൺമെൻറ്റിനോട് ആരെങ്കിലും സമരം ചെയ്യാൻ ധൈര്യപ്പെടുമോ എന്നൊക്കെ ചോദിച്ചാൽ പിന്നെ ഈ ഗവൺമെൻറ്റിനോട് അല്ലാതെ പിന്നെ ആരോട് സമരം ചെയ്യാൻ പറ്റും? ജനങ്ങളോട് ചെന്ന് പാവപ്പെട്ട ആശുപത്രി ഈ ഗവൺമെൻറ്റിൻ്റെ കണ്ണു തുറക്കാൻ വേണ്ടി സമരം ചെയ്യേണ്ടി വരും. ഈ പാവപ്പെട്ട ഡോക്ടർമാരും മാന്യന്മാരും മര്യാദക്കാരും ആയതുകൊണ്ടാണ് ഈ സമരം ഇങ്ങനെ സമാധാനപരമായി ചെയ്യുന്നത്. ഞങ്ങളൊക്കെ യൂത്ത് കോൺഗ്രസ് യുവജന സംഘടനാ പ്രവർത്തനം 1-2 ദിവസം സമരം ചെയ്ത് സമരത്തിൻ്റെ രൂപം മാറും.
പക്ഷേ ഈ പാവപ്പെട്ട ഡോക്ടർമാർക്ക് അങ്ങനെ രൂപം മാറ്റാൻ അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ തെരുവിലിറങ്ങി നടക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ പൊതുസമൂഹം ഈ ആശുപത്രിക്ക് സമരം ചെയ്യുന്ന ഡോക്ടർമാരെ പിന്തുണച്ചുകൊണ്ട് ഞങ്ങൾ രാഷ്ട്രീയമില്ലാതെ പൊതുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ഈ ഡോക്ടർമാർക്ക് പിന്തുണ നൽകിക്കൊണ്ടുള്ള സമരത്തിലേക്ക് ഞങ്ങൾ കടന്നു വരാൻ പോവുകയാണ്. അതിനകത്ത് രാഷ്ട്രീയമില്ല. കാര്യം ഞങ്ങൾക്ക് നീതി വേണം, ഡോക്ടർമാർക്കും നീതി വേണം, രോഗികളായി ഇവിടെ എത്തുന്ന പാവപ്പെട്ടവർക്ക് നീതി വേണം എന്നുള്ള ഒരൊറ്റ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് ഡോക്ടർമാരെ പിന്തുണച്ചുള്ള സമരം ഞങ്ങൾ ആരംഭിക്കും. എന്തായാലും നമ്മുടെ സംസ്ഥാന സർക്കാർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യ സംവിധാനം കേരളം നമ്പർ 1 ആണ് എന്ന്. ഈ നമ്പർ 1 കേരളത്തിലാണ് ഇത്തരത്തിൽ അതിദയനീയമായി നമ്മുടെ ആരോഗ്യ മേഖല പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീകുമാർ പറഞ്ഞതുപോലെ നിലവിൽ ആരോഗ്യ വകുപ്പ് ആരോഗ്യ സംവിധാനം വെന്റിലേറ്ററിലാണ്. ആ വെന്റിലേറ്ററിൽ നിന്നും ആരോഗ്യ മേഖല ഇനി അങ്ങോട്ട് ബഹിരാകാശത്തേക്ക് എത്തിച്ചേരുമോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഡോക്ടർമാരോടുള്ള ഇത്തരത്തിലുള്ള നിഷേധാത്മകമായ നിലപാട് സംസ്ഥാന സർക്കാർ ഇനിയെങ്കിലും കൈവിടിഞ്ഞ് ഡോക്ടർമാരെ എല്ലാവരെയും തന്നെ ചർച്ചയ്ക്ക് വിളിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇല്ലെങ്കിൽ ആരോഗ്യ സംവിധാനം ആരോഗ്യ കേരളം വെന്റിലേറ്ററിൽ നിന്നും ബഹിരാകാശത്തേക്ക് പോകും എന്നതിൽ സംശയമില്ല. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.